ഇന്ന് ഈ ചടങ്ങിൽ റീഗ്നൈറ്റ് 2025 ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിച്ചൊരു മൊമെൻറ്റ് നമ്മുടെ അധ്യാപകർക്ക് പല സബ്ജക്റ്റുകൾ ജീവിതത്തിൽ നമ്മളെ പഠിപ്പിച്ച് ജീവിത വിജയത്തിലേക്ക് നമ്മളെ നയിച്ച നമ്മുടെ അധ്യാപകരെ അവരെ ആദരിക്കാനുള്ള സമയത്തിലേക്ക് നീങ്ങുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിൻ്റെയൊക്കെ എല്ലാവരുടെയും ഒരു സാന്നിധ്യം ഇവിടെ ഉള്ള സമയത്ത് അവർക്കും നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. പലരും അത് നേരിട്ട് പരസ്പരം അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നതൊക്കെ കണ്ട് നമ്മൾ കൺകുളിർക്കി അത് കണ്ട് അതിൻ്റെ സന്തോഷത്തിൽ ഇരിക്കുകയാണ്. എന്നാലും ടീച്ചേഴ്സിൻ്റെയൊക്കെ ഒരു റെപ്രസെൻറ്റേഷൻ എന്നുള്ള രീതിയിൽ ഏറെ സ്നേഹത്തോടെ നമുക്ക് സുധാകരൻ സാറിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നല്ലൊരു കൈയടികളോട് കൂടി തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും രാഷ്ട്രഭാഷയുടെ മധുരം പകർന്നു തന്ന് ലോകത്തിൻ്റെ എവിടെ പോയി കഴിഞ്ഞാലും ആ ഭാഷയ്ക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ടെന്നുള്ളത് ഇപ്പോൾ ഇന്ത്യക്ക് അകത്താണെങ്കിലും പുറത്താണെങ്കിലും ജീവിക്കുന്ന എല്ലാവർക്കും ആ ഭാഷയുണ്ടെങ്കിൽ നമുക്ക് വളരെ സ്ട്രോങ് ആയി നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമെന്നുള്ളത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ, അത് നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട സുധാകരൻ സാറിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഏറെ ബഹുമാനപൂർവ്വം തന്നെ പ്രിയങ്കരനായ സുധാകരൻ മാഷ് നമ്മളോട് സംസാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആശംസകളിലേക്ക്. ബഹുമാനപ്പെട്ട ICA മാനേജ്മെൻറ്റ് കമ്മിറ്റി, എൻ്റെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ എന്ന് തന്നെയാണ് ഞാൻ സംബോധന ചെയ്യാറുള്ളത്. അത് ഞാൻ ഇവിടെയും പറയുന്നു. കാരണം ഇങ്ങനെ ഒരു വേദി ഒരുക്കിയ ഈ 2000 ബാച്ചിനെ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ വിനീതമായ നമസ്കാരം അറിയിക്കുകയാണ്. ഇത്രയും ഗംഭീരമായ ഒരു പ്രോഗ്രാം ആയിരിക്കുമെന്നുള്ള കാര്യം ഞാനും മനസ്സിലാക്കിയിരുന്നില്ല. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് സത്യത്തിൽ എനിക്കതിനെപ്പറ്റി മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് കുട്ടികൾക്കൊന്നും എന്നെ മനസ്സിലായില്ല എന്നുള്ളതാണ്. അതിന് കാരണമുണ്ട്. 31 വർഷം ICAയിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നത് താടി വെച്ചൊരു അധ്യാപകനായിട്ടാണ്. ഇപ്പോൾ എന്ത് ചെയ്തു, എൻ്റെ താടി എടുത്തു കഴിഞ്ഞപ്പോൾ കുട്ടികൾക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയുന്ന കംപ്ലൈൻറ്റുമായിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. ഞാൻ തന്നെയാണ് സുധാകരൻ സാറ്, നിങ്ങളെ പഠിപ്പിച്ച സുധാകരൻ സാർ ഞാൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഞാൻ 7:30-ക്കാണ് ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. ഇവിടെ എത്തിയത് ഒരു 11:30 ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഗുരുവായൂർ വെച്ചിട്ട് ഫൈസൽ സാറിനെ കണ്ടു. ഫൈസൽ സാറിൻ്റെ വണ്ടിയിലാണ് ഞാനിവിടെ വന്നത്. ഞാനിവിടെ വരുന്ന സമയത്ത് ഇതിൻ്റെ പ്രസിഡൻറ്റ് AC കുഞ്ഞുമോൻ ഹാജി ആയിരുന്നു. അദ്ദേഹത്തെ ഞാൻ സ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുകയാണ്. അന്ന് സയ്യിദ് കുദർത്തുള്ള എന്ന് പറയുന്ന പ്രിൻസിപ്പാളായിരുന്നു. സയ്യിദ് കുദറത്തുള്ള എന്ന് പറയുന്ന പ്രിൻസിപ്പാൾ 2 വർഷമാണ് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അദ്ദേഹം പുത്തമ്പള്ളി ഹൈസ്കൂളിലേക്ക് മാറുകയും ഇപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അവൾ പറയുകയാണെങ്കിൽ ഇവിടെ ഈ സ്ഥാപനത്തിൽ ഞാൻ 31 വർഷം വർക്ക് ചെയ്തു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഈ 31 വർഷം വർക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എൻ്റെ കുട്ടികൾ തന്നെയാണ്. കാരണം അവരുടെ സ്നേഹമാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ നന്നായിട്ട് അടിച്ചിട്ടുണ്ടായിരുന്ന ഒരു അധ്യാപകനാണ്. എന്നിരുന്നാലും ശരി, അവർക്ക് എന്നോട് സ്നേഹമുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ലായിരുന്നു. എനിക്കറിയാമായിരുന്നു എനിക്ക് കുട്ടികളില്ലായിരുന്നു. കുട്ടികളില്ലാത്ത ആ വിഷമം ഞാൻ മറന്ന് ICAയിൽ നിന്നാണ് ഞാൻ ആ വിഷമം മറന്നെന്നുള്ള കാര്യം ഇന്നൊരു കുട്ടിയോട് ഞാൻ സംസാരിച്ചു. അത് സത്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ദൈവം സഹായിച്ചിട്ട് എനിക്കൊരു കുട്ടിയുണ്ട്. ഇപ്പോഴാണ് എനിക്ക് കുട്ടിയായത്. സത്യം പറയുകയാണെങ്കിൽ അനീഫ സാറ് അന്ന് കഴിഞ്ഞ 98-ലെ നമ്മുടെ ഗെറ്റ് ടുഗദറിന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടി ജനിക്കാൻ സാറിന് ICA വിട്ട് പോവേണ്ടി വന്നു എന്നുള്ളൊരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ല കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികളെയും മാനേജ്മെൻറ്റിനെയും സ്നേഹിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും കാലം ഇവിടെ നിന്ന് പോയത്. ആർക്കും കഴിയില്ല. ഒരു 31 വർഷം ആ ഹോസ്റ്റലിൽ നിന്ന് മുന്നോട്ട് പോകുവാൻ ഒരു അധ്യാപകനും കഴിയില്ല എന്നുള്ള കാര്യം വളരെ സത്യമാണ്. ഞാൻ മാത്രമല്ല, സജുമാർ സാറിന് ഇവിടെ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. അതേ സജുമാർ സാറും അതേപോലെ തന്നെയാണ് 32 വർഷം സജുമാർ സാർ വർക്ക് ചെയ്തു. 32 വർഷം വർക്ക് ചെയ്തു. അന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനം മതിയായിരുന്നു ജീവിക്കാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടികളെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോഴും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, 4 സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. 4 സ്ഥാപനം എന്ന് പറഞ്ഞാൽ ട്യൂഷൻ സെൻ്ററിലാണ് ജോലി ചെയ്യുന്നത്. ട്യൂഷൻ സെൻ്ററിലെ ജോലി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഞാനത് പറയുന്നത് പ്രത്യേകം കരുതിയാണ്. കാരണം അവിടെയുള്ള കുട്ടികൾക്കൊന്നും എന്തില്ല, ഒരു റെസ്പെക്റ്റ് ഇന്ന് കാണുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ICAയിലുള്ള കുട്ടികളെ പോലെ ഇപ്പോഴുള്ള കുട്ടികളെ പറ്റി എനിക്കറിയില്ല. മുമ്പുള്ള കുട്ടികൾക്ക് എന്നെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓടി ഒളിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ലായിരുന്നു. എനിക്കറിയാമായിരുന്നു. അതൊക്കെ വളരെ സത്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ കുട്ടികളെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ശരി, അതിയായ സ്നേഹം മനസ്സിലുണ്ടായിരുന്നു.
ഇവിടെ മറ്റൊരു കാര്യം ഞാൻ ഓർക്കുന്നത്, ഈ സ്ഥാപനത്തെ ICA സ്കൂളാക്കി മാറ്റിയത് നമ്മുടെ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന അധ്യാപകൻ പ്രിൻസിപ്പാൾ ആയിരുന്നുള്ള കാര്യമാണ്. അതിൽ സംശയമൊന്നുമില്ല കാര്യത്തിൽ, സംശയമില്ല എന്ന് പറഞ്ഞാൽ സംശയമില്ല കാര്യത്തിൽ. അദ്ദേഹമാണ് ഇവിടെ സ്പോർട്സ് എന്താണെന്ന് പറയുന്ന കാര്യം കൊണ്ടുവന്നത്. അദ്ദേഹമാണ് മ്യൂസിക് എന്ന് പറയുന്ന കാര്യം ഇവിടെ കൊണ്ടുവന്നത്. അദ്ദേഹം അതായത് സ്പോർട്സിൽ അനീഫ സാർ എന്ത് ചെയ്തു, നാഷണൽ സാധാരണയായിട്ട് ഹാൻഡ്ബോളിലെ ICAയുടെ കുത്തകയായിരുന്നു എന്തെന്ന് പറയുന്നത്, ഹാൻഡ്ബോൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കബഡിയിൽ നാസർ സാർ എന്ന് പറഞ്ഞാൽ ICAയുടെ കുത്തകയായിരുന്നു. സംശയമില്ല. മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ ദേശഭക്തി ഗാനത്തിൽ ഫസ്റ്റ് കിട്ടിയ സ്ഥാപനമാണ് ICA ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ. ആർക്ക് നേടാൻ പറ്റും ദേശഭക്തി ഗാനത്തിലൊക്കെ? അന്ന് രമേശൻ സാറായിരുന്നു മ്യൂസിക് ടീച്ചർ ഉണ്ടായിരുന്നത്. ഇങ്ങനെയുള്ള കാലഘട്ടങ്ങൾ കടന്നുപോയ സ്ഥാപനമാണ് ICA എന്ന് പറയുന്നത്. എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത സ്ഥാപനം. സ്ഥാപനത്തോടാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം വേണ്ടത്. നമ്മളവിടെ ശമ്പളമല്ല നോക്കേണ്ടത്, ശമ്പളമല്ല, ഒരു അധ്യാപകൻ എന്ത് കൊടുക്കുന്നുണ്ടോ എന്നുള്ള ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആത്മസമൃദ്ധിയാണ്. അത് നമ്മുടെ ഏറ്റവും സാറ്റിസ്ഫാക്ഷനാണ് ഒരു സ്ഥാപനത്തിൽ താല്പര്യം ചെയ്യുക, നമ്മൾ വർക്ക് ചെയ്യാനുള്ള താല്പര്യം എന്ന് പറയുന്നത്. അപ്പം കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. ഇത്രയും കാര്യം തന്നെ പറയാൻ അനുവദിച്ച എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക അല്ലേ, 3 പതിറ്റാണ്ടിനപ്പുറം 31 വർഷത്തോളം അദ്ദേഹം ഈ ഒരു വിദ്യാലയത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാലഘട്ടം മുഴുവനും ഒരു വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം മുന്നോട്ട് പോകേണ്ട എല്ലാ കാര്യങ്ങളും അത് ഈ ഒരു അങ്കണത്തിലൂടെയാണ് നേടിയെടുത്തത് എന്ന് പറയുമ്പോൾ വാക്കുകളില്ല. നമുക്ക് അതിനപ്പുറത്തേക്കൊരു സ്നേഹബന്ധത്തിനെ അളന്ന് തിട്ടപ്പെടുത്തിയെടുത്ത് പറയാൻ ഒരു ഗംഭീരമായിട്ടുള്ളൊരു കൈയടി നമ്മൾ സുധാകരൻ സാറിന് കൊടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരുപാട് കാര്യം പലപ്പോഴും ഇവിടെ നിന്ന് കുട്ടികൾ സാറിനെ കാണുമ്പോൾ ഭയഭക്തി ബഹുമാനത്തോടു കൂടി മാറിപ്പോകുന്ന കാര്യങ്ങളൊക്കെ സാർ ഇപ്പോഴും അത് ഓർത്ത് പറയുന്നുണ്ടെങ്കിൽ എത്രത്തോളം പ്രിയപ്പെട്ടതായിരിക്കും ഈ വിദ്യാലയം, ഇവിടെ കടന്നു പോകുന്ന ഓരോ വിദ്യാർത്ഥികളും. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന നല്ല ഓർമ്മകളാണ്. എല്ലാ അധ്യാപകർക്കും വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ സംസാരിച്ചത്.